അപ്പം കീര പുഴുവാൻ സമയത്ത് അതിന് പയർ കുത്തും നമ്മൾ. അപ്പം ഒരേ സമയത്ത് 2 പക്ഷി ചീര നട്ടിരുന്ന മൊത്തം ഇതിനകത്ത് ചീര നട്ടിരുന്ന ചീര ഒരുമാതിരി മുറിക്കാറാകുമ്പോഴത്തെ മുറിച്ച് ഏകദേശം പോകാറാകുമ്പോൾ ഒരു 10-15 ദിവസം പയറിടും. പയറിട്ട് കൊടിയും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കമ്പുകളും അത് നോക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ചീരയായി ഇരിക്കുന്ന പട്ടി കയറി ശല്യം ചെയ്യില്ല. ഇത് 18 മണിയും പയറല്ല, 22 മണിയും പയറാണ്. ഇത് ചെറിയ പയറല്ല, വലിയ പയറാണ്. ഇത് നല്ല വലുതാവും, നല്ല നീളാവും, ഇത്രച്ച നീളാവും. ഇപ്പം വന്നതേ ഉള്ള 18 മണിയനല്ല, 22 മണിയും പയറാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 അരിയാണ്. ഇത് ഇത്ര സൈസ് ആവില്ല, ഇനി വലുതാവും. ഇത് ഉണക്കായതുകൊണ്ടാണ്. ഇപ്പം ഇന്നലെ മഴ പെയ്തു. ഇതാ അതിൻ്റെ പയർ നീളം ഇതാണ്, നല്ല സൈസ് പയറായിരിക്കും, പെരമ്പ് തണ്ട് കണക്കിരിക്കും. ഇത് ഉണക്കായതുകൊണ്ടാണ്, ഇന്നലെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഈ വരുന്നതെല്ലാം നല്ല പെരമ്പ് തണ്ട് കണക്കുള്ള പയറായിരിക്കും. ഇന്നിപ്പോൾ അടുത്ത മഴ ആയതുകൊണ്ട് മഴ കിട്ടിയോണ്ട് താണ്ട നല്ല ബെയ്റ്റുള്ള പയറായി. മണൽ പ്രദേശത്ത് കിട്ടുന്ന നല്ല പയർ, നല്ല ബെയ്റ്റുള്ള പയറായിരിക്കും. ഇതിൽ നിന്ന് തന്നെ വിത്തെടുക്കും. നമ്മൾ അടുത്തത് നല്ല ജാതി പയറാണ്, ബെറ്റക്കൊടിയൊക്കെ കിട്ടുന്നത്. വേറെ സിമ്പിളാണ്. ഇതിനകത്തൊന്നും ജോലിയൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഒരു ജോലിയില്ല. പയർ കുറച്ച് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കുക. മുഞ്ഞ പിടിച്ചിട്ടായിരിക്കും. മുഞ്ഞയ്ക്ക് ഞാൻ എന്താണെന്ന് അറിയാൻ ചെയ്യണത്, നല്ല ഉച്ചയാകുമ്പോൾ നീറിൻ്റെ കൊലയ്ക്കകത്ത് നൈസറിക്കകത്ത് കയറും. ഈ നീറ് കൂട്ടിനകത്ത് കയറും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവച്ച് നുള്ളിയെടുത്ത് കെട്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു കൊടുക്കും. കണവത്തോരൻ തിന്നും കണക്ക് മുഞ്ഞ നീറ് തിന്നളയും. അപ്പം നീറെന്ന് പറയുന്ന പയറിന് ഉൽപ്പാദനം തരുന്നതാണ്. അത് അരിച്ചരിച്ച് ഈ മുഞ്ഞ അത്രയും വിഴുങ്ങും. ഇപ്പം ഇതിനകത്ത് മുഞ്ഞ ഇല്ല.